പത്തനംതിട്ടയിലെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി ജാനകിയോട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അനി ചോദിക്കുന്നുണ്ട്, നിന്റെ ഭാവം എന്താണ്? നീ എന്തിനാ നന്ദുവിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്? അവളെ കാണരുത് എന്നുള്ളത് നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, ഞാൻ അവളെ കണ്ടു എന്ന് കരുതിയിട്ട് എന്താ കുഴപ്പം? പിന്നെ അമ്മ ഇങ്ങനെ ഇടക്ക് വഴക്ക് പറയുകയും എന്നെ ഇവിടെ പിടിച്ച് കെട്ടാനുള്ള ശ്രമം നടത്തിയാൽ പിന്നെ ഞാൻ പ്രതികരിച്ചിരിക്കും. എല്ലാ കാലവും അമ്മയെ അനുസരിച്ച് നിന്നോളണമെന്നൊന്നും എനിക്ക് കഴിയില്ല. അമ്മ ഇങ്ങനെ മോശമായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അതിൽ മോശമായിട്ടായിരിക്കും ഞാൻ പ്രതികരിക്കുക. പിന്നെ അതിൽ സങ്കടം പറഞ്ഞിട്ടൊന്നും കാര്യമുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ എന്നൊക്കെ പറയുകയാണ് അനി. അപ്പോൾ ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, അതേടാ, അവളുടെ തലയണ മന്ത്രത്തിൽ വീണതിന് ശേഷം ഇപ്പോൾ നിനക്ക് അമ്മയെ വേണ്ടാതിരിക്കുകയാണ്. അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ നിനക്ക് ജീവനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, മുമ്പൊരിക്കൽ ഒരു അമ്മയും ഉണ്ടായിരുന്നു, സത്യത്തെ തിരിച്ചറിയുന്ന ഒരമ്മ, നല്ലതിൻ്റെ കൂടെ നിൽക്കുന്ന അമ്മ. പക്ഷേ ഇപ്പോൾ ആളാകെ മാറി. അനാമിക എന്ന് പറയുന്നവൾ വന്നതിന് ശേഷം അവളുടെ തലയണ മന്ത്രത്തിലാണ് അമ്മ പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം മോശം വർത്തമാനമൊക്കെ അമ്മ പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇനി എന്നോട് ഓരോന്ന് പറഞ്ഞ് അവളെ കാണണ്ട ഇവളെ കാണണ്ട എന്ന് പറഞ്ഞ് എന്നെ ഭരിക്കാനൊന്നും വരണ്ട. പിന്നെ ഞാൻ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകും. വല്ലതും ഞാൻ ചെയ്യും. പിന്നെ പറഞ്ഞിട്ട് വിഷമിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാറ്റിയിട്ടൊക്കെ അനി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് അമ്മ അറിയണമെന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ സിഐയെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമകൻ ഇവിടെ വരുന്നത് തനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിടിച്ച് ലോക്കപ്പിലിടാം, എന്തെങ്കിലും കേസ് ഫയൽ ചെയ്യാം. അല്ലാതെ ഇത്തരത്തിൽ അവൻ്റെ മുഖത്ത് പാട വീഴുന്ന രീതിയിലോ അല്ലെങ്കിൽ അദ്ദേഹം വേദനിക്കുന്ന രീതിയിലോ ഉപദ്രവിച്ചാലുണ്ടല്ലോ പിന്നെ എൻ്റെ സ്വഭാവം ശരിക്കും താൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി CI പറയുന്നുണ്ട്, അത് പിന്നെ സാറേ, ഞാൻ കല്യാണം ആലോചിച്ച പെൺകുട്ടിയാണ് നന്ദു. അവളെ കാണാനും ശല്യം ചെയ്യാനും വന്നാൽ പിന്നെ ആർക്കും സഹിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ച് പോയത്. ഇനി ഇങ്ങനെ പ്രതികരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ മുത്തശ്ശനൊന്ന് തണുക്കുന്നുണ്ട്. ശരി, നന്ദുവിനെ കല്യാണം ആലോചിച്ചെന്നോ? ആഹാ, എന്നാൽ പിന്നെ ഇനി ഇത്തരത്തിലുള്ള ഒന്നും ആവർത്തിക്കാതിരുന്നാൽ മതി. അവനെ പറഞ്ഞ് ഞാൻ തിരുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ സച്ചിദാനന്ദൻ നന്ദുവിനോട് സംസാരിക്കുന്നുണ്ട്. ഏതായാലും മുത്തശ്ശന് വളരെയധികം സങ്കടമായിട്ടുണ്ട്. എന്തായാലും ഇനി ഞാൻ അങ്ങോട്ട് വിളിച്ച് മാഫ് പറയുകയും ഒക്കെ ചെയ്ത് ഇത് സോൾവ് ആക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നന്ദു ഒരു പുച്ഛഭാവത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് കുളിച്ചു മാറ്റി നമ്മുടെ അനി നേരെ പോകുന്നത് നന്ദുവിൻ്റെ വീട്ടിലേക്കാണ്. അനി വരുന്ന കാഴ്ച കണ്ടിട്ട് നമ്മുടെ കനകയും ഗോവിന്ദനും മകൻ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. ഇവനെന്താ ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് അനി നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ആ CI സച്ചിദാനന്ദൻ പെണ്ണും ആലോചിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അല്ലേ, അയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഓരോന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് കനക പറയുന്നുണ്ട്, അയാളൊരു കുഴപ്പക്കാരനാണെന്നുള്ളത് നമുക്ക് തോന്നിയിട്ടില്ല. അയാളൊരു പാവമാണ്, നല്ല മാന്യമായിട്ടുള്ള സ്വഭാവമാണ്. അതുകൊണ്ടാണ് നന്ദുവിനെ കല്യാണം ആലോചിച്ചത്. എന്തായാലും നന്ദുവിൻ്റെ കല്യാണം വളരെ പെട്ടെന്ന് തന്നെ നടത്തണമല്ലോ, അവളെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കനക അനിയോട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അനി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അതെന്താ അവളുടെ വിവാഹം പെട്ടെന്ന്, ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു സൂചനയും തന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അത് ശരി, പെൺകുട്ടികളെ ഇങ്ങനെ വീട്ടിൽ ആരെങ്കിലും വെച്ചുകൊണ്ടിരിക്കുക, പിന്നെ ജോലിയായി കഴിഞ്ഞാൽ കല്യാണം ആലോചിച്ചോളൂ എന്നൊക്കെ നന്ദു പറഞ്ഞിരുന്നു. അതിനെ കൊണ്ടാണ് ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും മുഹൂർത്തം കുറിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾ പോകാൻ തുടങ്ങുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്കങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെന്തായാലും നടക്കില്ല, അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല, പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എനിക്ക് നന്ദുവിനെ വിവാഹം കഴിച്ച് തരണം എന്ന് പറയുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട് അനി. എന്നിട്ട് നന്ദു മറ്റൊരാളെ വിവാഹം കഴിച്ച് പോവുകയാണെങ്കിൽ പിന്നെ എന്നെ നിങ്ങൾക്കാർക്കും കാണാൻ പറ്റില്ല. ഞങ്ങളുടെ സ്നേഹബന്ധത്തെക്കുറിച്ചും അനാമികയെ ഞാൻ ഒഴിവാക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും അനാമികയുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യത്തിന് മുതിരുന്നത്? എനിക്ക് നിങ്ങൾ നന്ദുവിനെ വിവാഹം കഴിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ടപ്പോൾ ഗോവിന്ദൻ അങ്ങ് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ട്, നീ എന്തായി പറഞ്ഞത് മോനെ? ഇതുവരെ നിന്നോട് അപമര്യാദയായിട്ട് ഞങ്ങൾ പെരുമാറിയിട്ടില്ല, പക്ഷേ അതിനുള്ള അവസരം നീ ഉണ്ടാക്കരുത്. മോനെ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തായാലും നിങ്ങൾ തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അത് പാടില്ല. എൻ്റെ 2 മക്കളും അവിടേക്ക് വന്നു. 3ാമത്തെ മകളെയും കൂടെ ഇനി അങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടാൽ നാട്ടുകാരെന്താ പറയുക എന്നുള്ളത് മോൻ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഇങ്ങോട്ട് വന്നത് തന്നെ തെറ്റാണ്. എന്തായാലും മോൻ പറഞ്ഞതേ പറഞ്ഞു, ഇത്തരം കാര്യം ഇനി ആവർത്തിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നന്ദുവിനെ എനിക്ക് തന്നെ കല്യാണം കഴിച്ചു തരണം. അല്ലാതെ അവളുടെ വിവാഹം കഴിച്ചാൽ
പിന്നെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോവുകയോ വല്ലതും ചെയ്യുകയോ ചെയ്യുമെന്നൊക്കെ പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ട്, മോൻ ഇങ്ങനെയൊന്നും പറയരുത്, ഇതുവരെ മോനോട് ദേഷ്യപ്പെട്ടൊരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ നന്ദുവിനെ നീ കാര്യം പറഞ്ഞുകൊണ്ടാണ് പിടിച്ചു നിർത്തിയത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം നിനക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നന്ദുവിനത് സഹിക്കാൻ പറ്റില്ല, നീ അതിൽ തന്നെയാണല്ലോ കയറി പിടിച്ചിരിക്കുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും നന്ദുവും അയാളുമായിട്ടുള്ള വിവാഹം നടക്കും, അതേ നടക്കുകയുള്ളൂ, മോനെ വെറുതെ ഓരോ പ്രശ്നത്തിൽ നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അനി പറയുന്നുണ്ട്, എന്ത് തന്നെയായാലും ഞങ്ങൾ തമ്മിലുള്ള വിവാഹമേ നടക്കൂ, മറ്റാരും വന്നിട്ട് അവളെ വിവാഹം കഴിക്കാൻ ഞാൻ അനുവദിക്കില്ല, എൻ്റെ കൊക്കിനും ജീവനുള്ളിടത്തോളം കാലം ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അനിയുടെ ആ ഒരു വാക്ക് കേട്ടിട്ട് കനകയ്ക്കും ഗോവിന്ദനുമാണെങ്കിൽ ആകെ ഒരു ടെൻഷനും ഒക്കെ ആയിട്ട് ഇനിയിപ്പം എന്താ ചെയ്യുക, അവൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്കയിൽ നിൽക്കുകയാണ്.